Hi, Assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. അപ്പം ഇന്നും ഒരു ലഞ്ച് വ്ളോഗാണ്. ലഞ്ച് വ്ളോഗിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കുറേ കറികളും കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അമ്മിമ്മൽ അരച്ചെടുത്ത ചമ്മന്തിയും ആ ചമ്മന്തി ഒരു സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ആ ഒരു അമ്മിയിൽ പെരക്കിയെടുത്ത ചോറാണിത്. അടിപൊളിയാണ്. പിന്നെ ഇന്നലെ ഞാൻ കാണിച്ച ആ ഒരു മുളകിട്ടതൊക്കെ ഉണ്ടായിരുന്നല്ലോ, മത്തി മുളകിട്ടത്. അത് തലേന്നത്തത് പിറ്റേന്ന് നന്നായിട്ട് വിറകടുപ്പിലൊക്കെ വെച്ച് വറ്റിച്ചെടുത്തിട്ട് അത് ചോറ് കൂട്ടി കഴിക്കുക എന്ന് പറയുമ്പം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മുളകിട്ടതും അതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചക്കായ മെഴുക്ക് പുരട്ടിയതാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. കറിയെന്നും പറയാൻ പറ്റില്ല, ഒരു സൈഡ് ഡിഷ് എന്ന് പറയാം. പച്ചക്കായ കടുകിട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിപ്പം രാവിലെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു കാഴ്ചയാണ്. ചേനയും അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാങ്ങി വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസം കേടാവാണ്ട് നിൽക്കാനുള്ളൊരു ടിപ്പാണിത്. നല്ലൊരു കടലാസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് അത് കവറിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം 1-2 ആഴ്ചയോളം കേടാവാണ്ട് നിൽക്കും. അപ്പോൾ വെള്ളരിയൊക്കെ അങ്ങനെ തന്നെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം പിന്നെ അതൊരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾ ബോക്സ് എടുത്തിട്ട് ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട് വെച്ചത്. ഇതിങ്ങനെ വെച്ചിട്ട് കുറേ ദിവസം അങ്ങനെ വെക്കരുത്. ഇടക്കിടക്കൊന്ന് എടുത്ത് തുറന്ന് നോക്കിയിട്ട് കടലാസൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടക്കാണ് പച്ചക്കായും പച്ച മാങ്ങയും കാണുന്നത്. അപ്പം പിന്നെ എന്തായാലും ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി പച്ചക്കായ വെച്ചിട്ട് പച്ചക്കായ വേവിച്ച് കടുകിടും നമ്മൾ. അത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ കുറേ ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ നോമ്പ് കഴിഞ്ഞപ്പോഴേ വിചാരിക്കുന്നുണ്ട് പച്ചമാങ്ങ വെച്ച് നല്ല വറ്റൽമുളകൊക്കെ അങ്ങനെ ചുട്ടെടുത്തിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ തലേന്നത്തെ വറ്റിച്ചെടുത്ത മീൻ മുളകിട്ടത് എന്ന് പറയുമ്പോൾ അതൊരു അടാർ സ്പെഷ്യലാണല്ലോ. അപ്പോൾ പച്ചക്കായ ചെറുതായിട്ട് തോലൊക്കെ കളറ് മാറി വരുന്നുണ്ട്. അത് ആ കളറ് മാറിയ ഭാഗമൊക്കെ കറുത്ത ഭാഗമൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലേക്കാണ് ഇത് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ പിന്നെയും മാറിപ്പോകും നമ്മളങ്ങനെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പച്ചക്കായ കടുകിട്ടതെന്ന് പറയുമ്പം അത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് കുഴഞ്ഞ പോലെ ആയിട്ടാണ്. വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ പോലെയാവും, പിന്നെയാണ് കടുകിട്ട് കൊടുക്കാൻ. അപ്പം അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുമ്പോൾ വലിയ സൈസിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കായ ഇപ്പം ഞാൻ അരിഞ്ഞിട്ട് ആ ഉപ്പിൻ്റെ വെള്ളത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നൂറൊക്കെ അങ്ങ് ഇറങ്ങി വരും. പിന്നെ നമുക്കിത് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ഞാനിപ്പം ഈ പച്ചക്കായ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവുന്ന കണക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 മുറിയോളം സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറേ വേണ്ട കേട്ടോ സവാളയൊന്നും. പച്ചക്കായൻ്റെ ആ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 മുറി മാത്രമേ ചേർത്തിട്ടുള്ളൂ. സവാളക്ക് പകരം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഒരു 2-3 ഒക്കെ വേണമെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനത് കടുതോയിക്കുന്ന സമയത്താണ് ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും വേറെ ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പം ഞാനിത് മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കുഞ്ഞുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാനിപ്പം ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കുമ്പം നല്ല വെളുത്തിട്ടുള്ള ചമ്മന്തിയാണ് കിട്ടാൻ. പക്ഷെ ഞാനിന്ന് വെളുത്തിട്ടുള്ളതല്ല ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കാണാനും ഒരു ഭംഗി വേണം. അതിന് എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് എപ്പോഴും ചുവന്ന ചമ്മന്തി തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-8 വറ്റൽമുളക്, അത് സാദായും കാശ്മീരി രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കണം.
അപ്പോൾ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചോറ് അടുപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തീയൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ചമ്മന്തി എന്ന് പറയുമ്പം നല്ല തീയിലങ്ങ് കാണിച്ചിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പപ്പടം കുത്തിയിൽ വറ്റൽമുളകും കുഞ്ഞുള്ളിയും അങ്ങനെ അങ്ങ് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഒരു പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി വറ്റൽമുളക്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് വെക്കാൻ നോക്കി, പക്ഷെ അത് നിൽക്കുന്നില്ല, പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ അതിലേക്ക് കുത്തി വെക്കുന്നില്ല, ജസ്റ്റ് ഇനി അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഒന്ന് ആ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പം ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ മത്തി മുളകിട്ടതുണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ഈ വിറകടുപ്പിൽ നല്ല തീയിൽ വറ്റി വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് പിന്നെ ഒന്നും പറയണ്ട. നല്ല ചൂടുള്ള ചോറും ഈ ചൂടുള്ള മത്തിക്കറിയും മാത്രം മതിയാവും. എന്നാലും ആ ഒരു ടേസ്റ്റിന് നമുക്ക് ഈ ഒരു ചമ്മന്തിയും കൂടെ ആക്കാം. അപ്പോൾ ഞാനിപ്പം അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കനലിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ആവും. അത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിനൊന്നും നിൽക്കണ്ട, ഒരു പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഈ വറ്റൽമുളക്. അപ്പോൾ അങ്ങനെ ഞാനിപ്പം വറ്റൽമുളകൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ ഉണ്ട്. ചുവന്ന മുളക് എന്തായാലും ചുട്ടെടുക്കുമ്പം നല്ലൊരു മണമൊക്കെ ആയിരിക്കും, മൂക്കിലങ്ങ് തുളച്ച് കയറുന്ന. അപ്പോൾ ആ ഒരു മണമൊക്കെ വന്നു. ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഇട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം മിക്സിയിലല്ല ചെയ്യുന്നത്, അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുകയാണ്. പണ്ടേയുള്ള ആ ഒരു സ്റ്റൈലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മിയിൽ ഈ ചമ്മന്തി അരക്കുക എന്നുള്ളത്. പിന്നെ ചോറിട്ട് പരക്കി തിന്നാനുള്ളൊരു ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പം മാങ്ങ ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രം എടുക്കണം. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് അമ്മീൻ്റെ സൈഡിലേക്ക് പോവാം. അപ്പോൾ അമ്മി ഇപ്പം പുറത്താണുള്ളത്. വല്ലപ്പോഴും ഒരു ചമ്മന്തിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മി ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് പുറത്താണുള്ളത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിയിൽ പൊതുവേ തേങ്ങ ഒരുപാട് അരയണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതിയല്ലോ. ബാക്കിയുള്ളതാണ് നന്നായിട്ട് അരഞ്ഞ് വരേണ്ടത്. അപ്പോൾ ആദ്യം അതൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ലാസ്റ്റ് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വറ്റൽമുളക് അരക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചമ്മന്തിയിൽ പച്ചമുളക് എടുത്തത് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ആ ഒരു എരിവും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പം ചുവന്ന മുളക് അല്ലാണ്ട് വെറും പച്ചമുളകിൽ മാത്രമാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവങ്ങ് കൂട്ടി കൊടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാനിപ്പം തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ള ഓരോന്നും ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എല്ലാം അരഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇതിപ്പം ഞാൻ അമ്മിയിൽ അരക്കുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് മിക്സിയിലായാലും ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും, എല്ലാം ഒരുമിച്ചിട്ട് അരച്ചാൽ. അപ്പോൾ ആദ്യം തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് അരച്ചെടുത്താൽ മതി. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം അമ്മിയിൽ നിന്ന് തന്നെ ഇനി ചോറ് ഇതിൽ പരക്കിയിട്ട് തിന്നണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറ്റൽമുളക് ചുട്ടെടുത്ത മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഈ മുളകിട്ടതും കൂടി ആകുമ്പം അപ്പം കുറച്ച് ചോറിങ്ങനെ അമ്മിയിൽ പരക്കിയിട്ട് തിന്നുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റാണല്ലേ അമ്മിയിൽ എന്തായാലും. അപ്പം അതൊരു നൊസ്റ്റാൾജിക് ഫീല് തന്നെയാണ്. കാരണം പണ്ടേ ഈ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ എന്തായാലും ചമ്മന്തി നിർബന്ധമാണ്. ചോറിന് ഇങ്ങനെയുള്ള ചമ്മന്തി വല്ലപ്പോഴും ഉണ്ടാക്കും. പക്ഷേ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം അച്ചാറ് കച്ചമ്പറിൻ്റെ കൂടെ എന്തായാലും ചമ്മന്തി ഉണ്ടാവും. ഇതല്ല പച്ച ചമ്മന്തി, അതായത് വറ്റൽമുളക് ഇടാണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അത് പറഞ്ഞ പോലെ എന്തായാലും നെയ്ച്ചോറിൻ്റെയും ബിരിയാണീൻ്റെ കൂടെ മസ്റ്റാണ്. അപ്പോൾ അതും ഇങ്ങനെ അന്നേരമൊക്കെ അമ്മിയിൽ തന്നെ അരക്കുക, മിക്സിയിൽ അരക്കുകയില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല ചൂടുള്ള നെയ്ച്ചോറ് ഈ അമ്മിയിലിട്ട് പരക്കി തിന്നുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തിന്നാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ പിന്നെ ട്രയൽ ചോറിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പച്ചക്കായ ഒന്ന് കടുകിടണം. അത് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം.
കടുകിടലൊക്കെ സാധാരണ പോലെ തന്നെ ഒരു പാനിലേക്ക് ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഒരു 3-4 കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം കൂടെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ടുള്ള പച്ചക്കായും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വെള്ളം ആദ്യമേ വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ കടുക് ഇട്ട് കൊടുത്താൽ മതി. ഇതിനിപ്പം ചൂടൊക്കെ ആറി വരുമ്പോഴേക്കും ജസ്റ്റ് ടൈറ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ സ്റ്റൈൽ ഓഫ് പച്ചക്കായ കടുകിട്ടത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ചോറങ്ങ് സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പം പ്ലേറ്റിലേക്ക് ചോറും നമ്മുടെ ഈ ഒരു കറികളും ചമ്മന്തിയും ഒക്കെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച് റെഡിയായി. ഈ ഒരു മുളകിട്ടതും ചമ്മന്തിയും പച്ചക്കായും പപ്പടവും അത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളും ഒരു ദിവസം ഇതേപോലെ തന്നെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. പിന്നെ ചമ്മന്തിയൊക്കെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഇങ്ങനെ വറ്റൽമുളക് ചുട്ടെടുത്തിട്ടോ അല്ലാണ്ടോ തന്നെ ഉണ്ടാക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്കിനിയും കാണാം. അതുവരെ ബൈ.